കഷ്ടിച്ച് 24 അടിയുള്ള റിങ്, 32 മിനിറ്റ്സ് മാത്രം. പോരാടി നേടിയതോ 23,000 കോടി. എവിടെ നിന്നാണ് പ്രൊഫഷണൽ ബോക്സിങ്ങിൽ ഇത്രയും പണം വരുന്നത്? ആരാണ് ഇത്രയും പണം കൊടുത്തത്? അതെ, നിങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽ ബോക്സിംഗ് ആരാധകർ കൊടുത്തതാണ്. സങ്കല്പിച്ചു നോക്കൂ, ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത 2 ബോക്സർമാർ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അതിലൊരാൾ ഇന്ത്യക്കാരനാണ്. അദ്ദേഹം കടന്നു വന്ന വഴികളും കഥകളും പ്രതിസന്ധികളും ഒക്കെ നമുക്കറിയാം. ആ ഫൈറ്റ് വീട്ടിലിരുന്ന് കാണുവാനായി നിങ്ങൾ എത്ര രൂപ മുടക്കും? 500? 1000? അപ്പോൾ കേൾക്കൂ, 2015 നടന്ന മാന്യ പാക്കിയാവോ ഫ്ലോയിഡ് മേവെതർ മത്സരം 8000 രൂപ കൊടുത്ത് ആളുകൾ വീട്ടിലിരുന്ന് കണ്ടു. അത് കണ്ടവരുടെ എണ്ണമോ 46 ലക്ഷത്തോളം. മൊത്തം വരുമാനമോ 3000 കോടി രൂപയ്ക്ക് അപ്പുറം. അതാണ് PPV അല്ലെങ്കിൽ പേ പെർ വ്യൂ. അല്പം ഭ്രാന്താണെന്ന് തോന്നുന്നുണ്ടോ? അതാണ് പേപ്പർ വ്യൂവിൻ്റെ മാന്ത്രികതയും ഭ്രാന്തും. ലോകമെമ്പാടുമുള്ള ആരാധകർ ഒരു രാത്രിയിൽ ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്നത് 2 ബോക്സേഴ്സ് റിങ്ങിനുള്ളിൽ പോരാടുന്നത് ലൈവായി കാണാൻ വേണ്ടിയാണ്. ഇതെല്ലാം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്നതിൻ്റെ കഥ അറിയണ്ടേ? ഈ മാതൃക സ്പോർട്സിൻ്റെ ഭാവിയാണ്. നമുക്ക് നോക്കാം. പ്രൊഫഷണൽ ബോക്സിങ്ങിൻ്റെ ഇത്തരം സാധ്യതകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനും ഇന്ത്യയിൽ, കേരളത്തിൽ പ്രൊഫഷണൽ ബോക്സിംഗ് രംഗത്തേക്ക് കൂടുതൽ ആൾക്കാരെ എത്തിക്കുക എന്നതുമാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഡ്രാഗൺ വേ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ആഴ്ചയിലും ഇത്തരം വീഡിയോകളുമായി നിങ്ങളിലേക്ക് എത്തുന്നത്. കാരണം ഇതുവരെ പ്രാക്ടീസ് തുടങ്ങാത്ത നിങ്ങളിൽ ഒരാൾ ആയിരിക്കാം ഇന്ത്യയുടെ മൈക്ക് ടൈസണും മെയ് വെതറും. ഞാൻ രാകേഷ് വിദ്യാധരൻ, പ്രൊഫഷണൽ ബോക്സിംഗ് ആൻഡ് കരാട്ടെ ട്രെയിനറുമാണ്. കേരളത്തിൽ ഇത്തരം ഒരു മത്സരം നടക്കുന്നതുവരെ എൻ്റെ വീഡിയോസ് ഇതുപോലെ വന്നുകൊണ്ടേയിരിക്കും. ലോകത്തിലെ ഏറ്റവും പ്രധാന ബോക്സിംഗ് ഫൈറ്റുകൾ PPV മോഡലിലാണ് നടക്കുന്നത്. ഏക ഫൈറ്റിൽ നിന്ന് 1000 കോടി രൂപയും അതിലധികവും വരുമാനം ലഭിക്കാൻ കാരണം PPV ആണ്. ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ നടക്കുന്ന ഫൈറ്റ് ഇന്ത്യയിലോ ജപ്പാനിലോ ഉള്ള ഫാൻസിന് PPV മുഖേന ലൈവായി കാണാം. അതും അനാവശ്യ പരസ്യങ്ങളില്ലാതെ, ലൈവ് കമൻട്രിയോടെ, ക്ലോസപ്പ് ആംഗിൾസോടെ, HD 4K ക്വാളിറ്റിയിൽ. പണ്ട് 1940കളിൽ പ്രധാന ബോക്സിംഗ് മത്സരങ്ങളുടെ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ സംപ്രേഷണങ്ങൾ കാണാൻ ആളുകൾ സിനിമാ തിയേറ്ററുകളിൽ തടിച്ചുകൂടിയിരുന്നു. ഈ രീതിയിൽ സംപ്രേഷണം ചെയ്ത ആദ്യത്തെ ബോക്സിംഗ് 1946-ൽ ജോ ലൂയിസ് ബില്ലി കോൺ മത്സരമായിരുന്നു. ഇന്ന് നമുക്കറിയാവുന്നതുപോലെ PPV ആയിരുന്നില്ല അത്. പക്ഷേ നേരിട്ട് പങ്കെടുക്കുവാൻ കഴിയാത്ത ഒരു ബോക്സിംഗ് മത്സരം കാണാൻ ആളുകൾ പ്രത്യേകമായി പണം നൽകിയത് ഇതാദ്യമായിരുന്നു. വരാനിരിക്കുന്ന PPV പോരാട്ടങ്ങളുടെ ബ്ലൂ പ്രിൻ്റ് സൃഷ്ടിച്ച ഒരു മത്സരം ഉണ്ട്. 1970കളിൽ സാങ്കേതിക വിദ്യ വികസിച്ച സമയത്ത് കേബിൾ ടെലിവിഷൻ വളർച്ചയോടെ സ്വീകരണ മുറിയിലിരുന്ന് ഒരു തത്സമയ പോരാട്ടം കാണാൻ കഴിയും എന്ന നിലയിലായി. ആദ്യകാല ബ്ലോക്ക് ബസ്റ്റർ PPV ഈവൻറ്റുകളിൽ ഒന്നായി മാറിയ ത്രില്ല ഇൻ മനില എന്ന പേരിൽ അറിയപ്പെട്ട മുഹമ്മദ് അലി ജോ ഫ്രേസിയർ മത്സരം അതൊരു PPV ആയിരുന്നില്ലെങ്കിലും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് കാഴ്ചക്കാരെ ഇത് ആകർഷിച്ചു. 1980കളിലും 90കളിലെയും മത്സരങ്ങൾ ആയിരുന്നു PPV ബോക്സിങ്ങിന്റെ മൈക്ക് ടൈസൺ ഒരു PPV മെഷീനായി മാറി. മൈക്ക് ടൈസൺ എത്ര വേഗത്തിൽ ഒരാളെ പുറത്താക്കും എന്ന് കാണാൻ ആളുകൾ പണം നൽകാൻ തയ്യാറായി. അദ്ദേഹത്തിന്റെ മത്സരങ്ങൾ 1, 2, 3 റൗണ്ടുകൾക്കപ്പുറം നീണ്ടു നിന്നു. പക്ഷേ എന്തായാലും ലക്ഷക്കണക്കിന് ആളുകൾ പണം നൽകി മത്സരങ്ങൾ കണ്ടു. ടൈസൺ ഹോളിഫീൽഡ്, ടൈസൺ ലൂയിസ് മത്സരം കോടികളുടെ PPV വരുമാനം അന്ന് സൃഷ്ടിച്ചു. 1997-ൽ ടൈസൺ നടത്തിയ കുപ്രസിദ്ധമായ ഇവാൻഡർ ഹോളിഫീൽഡിനെതിരെയുള്ള മത്സരം അതിലൊന്നാണ്. എന്നാൽ പിന്നീട് അതിലും വലുതാണ് സംഭവിച്ചത്. 2 പുതിയ പേരുകൾ PPV ലോകത്തെ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. ഫ്ലോയിഡ് മേവെതറും മാനി പാക്മാൻ പാക്കിയാവോയും. അവർ വെറും ബോക്സർമാർ ആയിരുന്നില്ല, അവർ ബ്രാൻഡുകളായിരുന്നു. പ്രത്യേകിച്ച് മേവെതർ. ദൈവം ആഗ്രഹിക്കുമ്പോൾ മാത്രമേ ഞാൻ തോൽക്കുകയുള്ളൂ, അതുവരെ ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കും എന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞ് ജനങ്ങൾക്ക് ആവേശമായി മാറിയ മേവെതർ. അങ്ങനെയുള്ള ഇതുവരെ തോൽക്കാത്ത ഒരാളും മറു സൈഡിൽ ഒരു നേരത്തെ ആഹാരത്തിനായി പടപുരുതി ബോക്സിംഗ് റിങ്ങിലെത്തി അപരാജിതനായി മാറിയ മാനി പാക്കിയാവോയും തമ്മിലാണ് മത്സരം എങ്കിൽ ഊഹിക്കാമല്ലോ. ആര് വിജയിക്കും? ലോകം കാത്തിരുന്ന 10 വർഷത്തെ ആൻറ്റിസിപ്പേഷൻ. 2 പേരും അൺബീറ്റൻ ലെജൻഡ്സ്. ഒരൊറ്റ ഫൈറ്റ്. PPV റേറ്റ് $99, അതായത് ഏകദേശം ഒരാൾക്ക് 8000 രൂപ.
4.6 മില്യൺ PPV സബ്സ്ക്രൈബേഴ്സ്, ഒറ്റ ദിവസം $400 മില്യൺ. പാക്യാവോ നേടിയത് 1200 കോടി, മേവെദർ നേടിയത് 2500 കോടി. നൂറ്റാണ്ടിന്റെ പോരാട്ടം എന്ന് വിളിക്കപ്പെട്ട പാക്യാവോയുടെ 2015 പോരാട്ടം 600 ദശലക്ഷത്തിലധികം വരുമാനം നേടി, അതായത് 5000 കോടി രൂപ. ഒരൊറ്റ രാത്രിയെ $1 ബില്യൺ ബിസിനസ്സാക്കി മാറ്റാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാരാണ്. പ്രൊമോട്ടർമാർ, പ്രക്ഷേപകർ, സ്പോൺസർമാർ, ടിക്കറ്റ് വിൽപ്പനക്കാർ, പരസ്യ ഏജൻസികൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനം. ആളുകൾ ശരിക്കും പഞ്ചുകൾക്കല്ല പണം നൽകുന്നത്, അവർ അതിനു പിന്നിലെ കഥയ്ക്കാണ് പണം നൽകുന്നത്. ഇവിടെ ടീം അംഗങ്ങളില്ല, 2 പോരാളികൾ, ഒരു വിജയി, വ്യക്തിപരമായ മത്സരങ്ങൾ, രാജ്യത്തിൻ്റെ അഭിമാനം, തോൽവി അറിയാത്ത റെക്കോർഡുകൾ, പത്രസമ്മേളനങ്ങൾ, അതിലെ വെല്ലുവിളികൾ, ഇതെല്ലാം ചേരുമ്പോൾ ആൾക്കാർക്കുണ്ടാവുന്ന ഒരു ആവേശമുണ്ട്. അവിടെയാണ് പേപ്പർ വ്യൂ അല്ലെങ്കിൽ PPV വിജയിക്കുന്നത്. ഇനിയാണ് നിങ്ങളിലേക്ക് കഥയെത്തുന്നത്. ഇന്ത്യ ഉറങ്ങുന്ന ഒരു PPV ഭീമനാണ്. അതിനെ ഉണർത്തുന്നത് നിങ്ങളിൽ ഒരാളാവാം. ഹൃദയം പിടിച്ചെടുക്കാൻ കഴിയുന്ന ആ ഒരാൾ. ആ ആൾ ഇപ്പോൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ പരിശീലനം നടത്തുന്നുണ്ടാവാം. നിങ്ങൾ അന്താരാഷ്ട്ര റിങ്ങിലേക്ക് കാലെടുത്ത് വെക്കുന്ന ദിവസം PPV നിങ്ങളെ തേടിയെത്തും. 10 ദശലക്ഷം ഇന്ത്യക്കാരിൽ നിന്ന് 500 രൂപ വീതം, അതായത് ഒരു രാത്രിയിൽ 500 കോടി രൂപ. അതൊരു തുടക്കമായിരിക്കും. ഇന്ത്യൻ വിപണി ഇതുവരെ ഒരു ബോക്സിംഗ് സൂപ്പർ സ്റ്റാറിനെ പരിചയപ്പെടുത്തിയിട്ടില്ല. ക്രിക്കറ്റ് ഇന്ത്യൻ കായിക ഇനങ്ങളെ ഭരിക്കുകയാണ്. UFC വഴി MMA പോലും ഇന്ത്യയിലെ ബോക്സിങ്ങിനേക്കാൾ കൂടുതൽ ദൃശ്യത നേടിയിട്ടുണ്ട്. പക്ഷേ അത് പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ യുവാക്കളുടെ രാജ്യമാണ്. ജനസംഖ്യയുടെ കൂടുതൽ പേരും 30 വയസ്സിന് താഴെയുള്ളവരാണ്. ഒരു നെറ്റ്ഫ്ലിക്സ് തലമുറ. അവർ ഇഷ്ടപ്പെടുന്നതിന് പണം നൽകുന്നു. ഇന്ത്യൻ ബോക്സിംഗ് സൂപ്പർ സ്റ്റാറുകൾ അവരുടെ കഥകൾ, ഹൈപ്പ് എന്നിവ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഇന്ത്യയിലും PPV ആവേശമായി മാറും. പ്രൊഫഷണൽ ബോക്സിങ്ങിൽ ഇത്തരം ഒരു മത്സരം ഇന്ത്യയിൽ നടക്കാൻ നമുക്ക് കാത്തിരിക്കാം. അതുവരെ ഇത്തരം കഥകളുമായി ഞാൻ ഉണ്ടാവും. അടുത്ത കഥയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കാം.